സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നീലേശ്വരത്തെ കവർച്ചാ പരമ്പര, 2 കുപ്രസിദ്ധ കവർച്ചക്കാർ അറസ്റ്റിൽ. തൃശൂർ ആമ്പല്ലൂർ സ്വദേശി ഷിബു റാഫേൽ, കണ്ണൂർ മട്ടന്നൂർ സ്വദേശി അബ്ദുൾ ജലീൽ എന്നിവരാണ് അറസ്റ്റിലായത്. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ മാതൃകയായി നോമ്പുതുറ കൗണ്ടർ. കാസർഗോഡ് CH സെന്റർ ദുബായ് KMCC മണ്ഡലം കമ്മിറ്റിയുമായി സഹകരിച്ച് ഒരുക്കിയ നോമ്പുതുറ കൗണ്ടർ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും വലിയ ആശ്വാസമായി മാറുകയാണ്. തൃക്കരിപ്പൂർ ബ്രാഞ്ച് കമ്മിറ്റികളുടെ സംയുക്താഭിമുഖ്യത്തിൽ ഹോസ്ദുർഗ് മാന്തോപ്പ് മൈതാനിയിൽ NGO അസോസിയേഷൻ സായാഹ്ന ധർണ നടത്തി. KPCC ജനറൽ സെക്രട്ടറി ഹക്കീം കുന്നിൽ ഉദ്ഘാടനം ചെയ്തു. കാലിച്ചാനടുക്കം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പുതിയ പ്രസിഡന്റായി MJ ബേബി ചുമതലയേറ്റു. DCC പ്രസിഡന്റ് PK ഫൈസൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് സൗത്ത് ശ്രീ മുത്തപ്പനാർക്കാവ് ക്ഷേത്രത്തിലെ കളിയാട്ട മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ സമാപനം. വിഷ്ണുമൂർത്തി തെയ്യം അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. ശോഭിക വെഡിങ്സ് 2026 ഈദ് ക്യാമ്പയിൻ ഹബീബി കം ടു ശോഭികയുടെ ഭാഗമായി കാഞ്ഞങ്ങാട് നഗരത്തിൽ വിവിധ പ്രചാരണ പരിപാടികൾ സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. നീലേശ്വരത്തെ കവർച്ചാ പരമ്പര, 2 കുപ്രസിദ്ധ കവർച്ചക്കാർ അറസ്റ്റിൽ. തൃശൂർ ആമ്പല്ലൂർ സ്വദേശി ഷിബു റാഫേൽ, കണ്ണൂർ മട്ടന്നൂർ സ്വദേശി അബ്ദുൾ ജലീൽ എന്നിവരാണ് അറസ്റ്റിലായത്. തമിഴ്നാട്ടിൽ നിന്നുമാണ് ഇവരെ നീലേശ്വരം പോലീസ് പിടികൂടിയത്. നീലേശ്വരം കൊഴുന്തിൽ നാരാംകുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം, പാലക്കാട്ട് ശ്രീ ചുഴലി ഭഗവതി ക്ഷേത്രം എന്നിവിടങ്ങളിൽ കവർച്ച നടത്തുകയും ഡോക്ടർ സുലേഖ രാമകൃഷ്ണന്റെ വീട്ടിൽ കവർച്ചാശ്രമം നടത്തുകയും ചെയ്ത 2 കുപ്രസിദ്ധ കവർച്ചക്കാരെ നീലേശ്വരം പോലീസ് തമിഴ്നാട്ടിൽ വച്ച് അറസ്റ്റ് ചെയ്തു. തൃശൂർ ആമ്പല്ലൂർ കഴലി ഹൌസിൽ ഷിബു റാഫേൽ, കണ്ണൂർ മട്ടന്നൂർ കോളാരി പാലോട്ടുപള്ളി സ്വദേശി അബ്ദുൾ ജലീൽ എന്നിവരെയാണ് ജില്ലാ പോലീസ് മേധാവിയുടെ മേൽനോട്ടത്തിൽ കാഞ്ഞങ്ങാട് DYSPയുടെ സ്പെഷ്യൽ സ്ക്വാഡിന്റെ സഹായത്തോടെ നീലേശ്വരം സബ് ഇൻസ്പെക്ടർ ശ്രീകുമാറിന്റെ നേതൃത്വത്തിലുള്ള നീലേശ്വരം പോലീസ് സ്ക്വാഡ് തമിഴ്നാട്ടിലെ ഏർവാടിയിൽ വെച്ച് അറസ്റ്റ് ചെയ്തത്. ഫെബ്രുവരി 21 പുലർച്ചെയാണ് നാരാംകുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്ന് 4 ചെമ്പ് ഭണ്ഡാരങ്ങളും 1 സ്റ്റീൽ ഭണ്ഡാരവും അതിലുണ്ടായിരുന്ന പണവും കവർന്നത്. ഏതാണ്ട് 30,000-ഓളം രൂപയുടെ നഷ്ടമാണുണ്ടായത്. പാലക്കാട്ട് ചുഴലി ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് വിഗ്രഹത്തിൽ ചാർത്തിയ താലിയും ഭണ്ഡാരവുമാണ് മോഷണം പോയത്. പാലക്കാട്ടെ ഡോക്ടർ സുലേഖ രാമകൃഷ്ണന്റെ വീട്ടിൽ കവർച്ചാശ്രമവും നടന്നു. പുലർച്ചെ 3:30-നും 4-നും ഇടയിലാണ് നാരാംകുളങ്ങര ക്ഷേത്രത്തിൽ മോഷണം നടന്നതെന്ന് CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിരുന്നു. ക്ഷേത്രത്തിന്റെ മുൻവാതിൽ തകർത്താണ് മോഷ്ടാക്കൾ അകത്തുകടന്നത്. അന്നുതന്നെ അന്വേഷണത്തിനായി 5-അംഗ പ്രത്യേക സ്ക്വാഡിനെ രൂപീകരിച്ചിരുന്നു. പ്രദേശത്തെ CCTVയിൽ നിന്ന് പ്രതികളുടെ ദൃശ്യങ്ങൾ ശേഖരിച്ചായിരുന്നു പോലീസിന്റെ അന്വേഷണം. വൈദ്യപരിശോധനയ്ക്കു ശേഷം ഹോസ്ദുർഗ് ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു. പ്രതികളെ അറസ്റ്റ് ചെയ്ത സംഘത്തിൽ SI-മാരായ KV രതീശൻ, രാജേഷ് കുമാർ, സുഗുണൻ എന്നിവർക്കു പുറമെ പോലീസ് ഉദ്യോഗസ്ഥരായ ദിലീഷ് കുമാർ പള്ളിക്കൈ, മഹേഷ് കാങ്കോൽ, ധനേഷ് പിലിക്കോട്, അജിത്ത് പള്ളിക്കര, ബിജോയ്, DYSPയുടെ സ്ക്വാഡിലെ SI അബൂബക്കർ കല്ലായി, രാജേഷ് മണിയാട്ട്, സാജു തോമസ്, നികേഷ്, ജിനേഷ് എന്നിവരും പ്രതികളെ അറസ്റ്റ് ചെയ്ത സംഘത്തിൽ ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ മാതൃകയായി നോമ്പുതുറ കൗണ്ടർ. കാസർഗോഡ് CH സെന്റർ ദുബായ് KMCC മണ്ഡലം കമ്മിറ്റിയുമായി സഹകരിച്ചൊരുക്കിയ നോമ്പുതുറ കൗണ്ടർ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും വലിയ ആശ്വാസമായി മാറുകയാണ്. കാസർഗോഡ് CH സെന്റർ ദുബായ് KMCC കാസർഗോഡ് മണ്ഡലം കമ്മിറ്റിയുമായി സഹകരിച്ച്
ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിൽ ഒരുക്കിയ നോമ്പുതുറ കൗണ്ടർ രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും വലിയ ആശ്വാസമാണ്. ആശുപത്രിയിലെത്തുന്ന രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും നോമ്പു തുറക്കാനുള്ള വിഭവങ്ങളും അത്താഴം കഴിക്കാനുള്ള ഭക്ഷണവും റമളാനിലെ എല്ലാ ദിവസവും ഇവിടെ നിന്ന് നൽകുന്നുണ്ട്. സുമനസ്സുകളുടെ സഹകരണത്തോടെ കഴിഞ്ഞ കുറച്ചു വർഷമായി കാസർഗോഡ് CH സെന്ററിന്റെ നേതൃത്വത്തിൽ നോമ്പുതുറയ്ക്കുള്ള സൗകര്യം ജനറൽ ആശുപത്രിയിൽ ചെയ്തു വരികയാണ്. ദുബായ് KMCC കാസർഗോഡ് മണ്ഡലം കമ്മിറ്റി തുടർച്ചയായ 3-ാം വർഷമാണ് CH സെന്ററുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നത്. നോമ്പു തുറക്കാനുള്ള ഫ്രൂട്ട്സ്, എണ്ണക്കടികൾ, ജ്യൂസ്, കഞ്ഞി, ചായ, പഴം തുടങ്ങിയവയോടൊപ്പം ദിവസവും രാത്രിയിൽ അത്താഴം കഴിക്കാനുള്ള ഭക്ഷണവും ഇവിടെ നിന്ന് വിതരണം ചെയ്യുന്നുണ്ട്. CH സെന്റർ വളണ്ടിയർമാരോടൊപ്പം മുസ്ലിം ലീഗ് KMCC പ്രവർത്തകരും ഇവിടെ സേവന പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ആശുപത്രി സൂപ്രണ്ടും ജീവനക്കാരുമെല്ലാം വലിയ പിന്തുണയാണ് നൽകുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. കാസർഗോഡ് CH സെന്റർ പരിശുദ്ധ റമളാൻ മാസത്തിൽ കഴിഞ്ഞ കുറേ വർഷമായി ഇവിടെയുള്ള രോഗികൾക്കും അതുപോലെ തന്നെ അവരുടെ കൂട്ടിരിപ്പുകാർക്കുമെല്ലാം നോമ്പ് തുറയും അത്താഴവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 3 വർഷമായി കാസർഗോഡ് നിയോജക മണ്ഡലം ദുബായ് KMCC കമ്മിറ്റിയാണ് കാസർഗോഡ് CH സെൻറ്ററുമായി സഹകരിച്ച് ഈ പ്രവർത്തനത്തിൻ്റെയോടൊപ്പം നിൽക്കുന്നത്. ഇവിടെ 100 കണക്കിന് രോഗികളും അവരോടൊപ്പം ബൈസ്റ്റാൻഡറായിട്ട് എത്തുന്ന ആളുകളുമാണ് ഇവിടെ എത്തിച്ചേരുന്നത്. അവർക്കെല്ലാവർക്കും നോമ്പ് തുറക്കാവശ്യമായ പലവിധ വിഭവങ്ങൾ നൽകുന്നുണ്ട്. ചായയുണ്ട്, കഞ്ഞിയുണ്ട്, ഫ്രൂട്ട്സുണ്ട്, എണ്ണക്കടികളുണ്ട്, അതുപോലെ തന്നെ ഈത്തപ്പഴം അടക്കമുള്ള പഴവർഗ്ഗങ്ങളടക്കമുള്ള ഒരുപാട് ഐറ്റംസ് സാധനങ്ങൾ നൽകുന്നുണ്ട്. അതോടൊപ്പം രാത്രി നോമ്പ് നോക്കുന്ന കുറേ ആളുകൾ ഈ രോഗികളുടെ കൂടെ വന്ന് ഇവിടെ താമസിക്കുന്നുണ്ട്. അവർക്ക് അത്താഴം കഴിക്കാനുള്ള നല്ല രീതിയിലുള്ള ഭക്ഷണവും നൽകുന്നുണ്ട്. വളരെ നല്ല രീതിയിൽ ഞങ്ങളിവിടെ ഈ പ്രവർത്തനവുമായി ദുബായ് KMCC കാസർഗോഡ് നിയോജക മണ്ഡലം കമ്മിറ്റി സഹകരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ആശുപത്രിയുടെ സൂപ്രണ്ടും ഇവിടുത്തെ ജീവനക്കാരും സന്നദ്ധ പ്രവർത്തകന്മാരുമൊക്കെ ഞങ്ങളുമായി വളരെ നല്ല രീതിയിലാണ് സഹകരിക്കുന്നത്. ഇവിടെ സേവനം ചെയ്യാൻ നിരവധി വളണ്ടിയർമാരുണ്ട്. CH സെൻറ്ററിൻ്റെ വളണ്ടിയർമാരുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. മുസ്ലിം ലീഗിൻ്റെയും KMCCയുടെയും യൂത്ത് ലീഗിൻ്റെയും ഒക്കെ പ്രവർത്തകന്മാരും നേതാക്കളും ഒക്കെയുണ്ട്. എല്ലാവരും ഈ നല്ലൊരു ഉദ്യമത്തിൽ ഈ പരിശുദ്ധ റമളാൻ മാസത്തിൽ ഏറെ ശ്രേഷ്ഠമായ ഈ കാര്യത്തിൽ വലിയ പിന്തുണയാണ് നൽകുന്നത്. തീർച്ചയായും ഞങ്ങൾ കുറേ വർഷമായി തുടങ്ങിയത് ഇനിയും ഇത് മുന്നോട്ട് വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തൃക്കരിപ്പൂർ ബ്രാഞ്ച് കമ്മിറ്റികളുടെ സംയുക്താഭിമുഖ്യത്തിൽ ഹോസ്ദുർഗ് മാന്തോപ്പ് മൈതാനിയിൽ NGO അസോസിയേഷൻ സായാഹ്ന സദസ്സ് നടത്തി. KPCC ജനറൽ സെക്രട്ടറി ഹക്കീം കുന്നിൽ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്ത, ലീവ് സറണ്ടർ ഉൾപ്പെടെയുള്ള കോടി കുടിശ്ശിക അടുത്ത സർക്കാരിന്റെ ചുമലിൽ കെട്ടിവെച്ച ഉത്തരവിനെതിരെയും ഡാറ്റ ചോർത്തി ജീവനക്കാരെ വിൽപ്പന ചരക്കാക്കുന്നതിനെതിരെയും എന്നാരോപിച്ച് NGO അസോസിയേഷൻ കാഞ്ഞങ്ങാട് തൃക്കരിപ്പൂർ ബ്രാഞ്ച് കമ്മിറ്റികളുടെ സംയുക്താഭിമുഖ്യത്തിൽ ഹോസ്ദുർഗ് മാന്തോപ്പ് മൈതാനിയിൽ സായാഹ്ന സദസ്സ് സംഘടിപ്പിച്ചു. KPCC ജനറൽ സെക്രട്ടറി ഹക്കീം കുന്നിൽ ഉദ്ഘാടനം ചെയ്തു. അവകാശങ്ങൾ നിഷേധിക്കുന്നതിനെതിരായി, അവകാശങ്ങൾ കവർന്നെടുക്കുന്ന സർക്കാർ സമീപനത്തിനെതിരായി സമരങ്ങൾ നടത്തി മുന്നോട്ട് പോവുകയാണ്. വ്യത്യസ്തമായിട്ടുള്ള സമര പരിപാടികളടക്കം ആശാവർക്കർമാരുടെയും ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് നേഴ്സുമാർ നടത്തിയ സമരങ്ങളൊക്കെ കേരളത്തിന്റെ പൊതുജന മനസാക്ഷിയുടെ വേദന ഏറ്റുവാങ്ങിയ സമരങ്ങളാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ സർക്കാരിന്റെ കാലാവധി പൂർത്തീകരിക്കുവാൻ കേവലം 2-3 ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെ പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരിനെയാണ് കേരളത്തിൽ ഒരുപക്ഷെ കണ്ടുവരുന്നത്. സമാനമായ സാഹചര്യങ്ങൾ കേരളത്തിൽ ഇത്തരത്തിലുണ്ടായിട്ടെങ്കിൽ കൂടിയും പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങളെ കുറിച്ച് ഏകദേശ രൂപം സർക്കാരിന് ക്രമപ്പെടുത്തിയതിനു ശേഷമാണ് ഉത്തരവുകൾ പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. പങ്കാളിത്ത പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് നൽകിയ ഉറപ്പുകളെ സംബന്ധിച്ചും വാഗ്ദാനങ്ങളെ സംബന്ധിച്ചെല്ലാം നമുക്ക് എല്ലാവരുടെയും മനസ്സിൽ ഓർമ്മയുണ്ട്. ഇപ്പോൾ വീണ്ടും പുതിയൊരു പദ്ധതിയുമായി, അഷ്വേർഡ് പെൻഷൻ പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഉത്തരവ് പുറപ്പെടുവിച്ചതായി കണ്ടു. കാഞ്ഞങ്ങാട് ബ്രാഞ്ച് പ്രസിഡന്റ് അശോകൻ കരുവാച്ചേരി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ സുരേഷ് പെരിയങ്ങാനം മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ വൈസ് പ്രസിഡന്റ് MV നികേഷ്, സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ ബ്രിജേഷ് പൈനി, KV സജീഷ് കുമാർ, K ജയകുമാർ, ജില്ലാ ഭാരവാഹികളായ റെനിൽസൺ K തോമസ്, M വിജയകുമാർ, രതീഷ് പെരിയങ്ങാനം, വിനോദ് P രാജൻ,
സുബിൻ രാജ്, ശ്രീജ MB, പ്രസീത K, അജിത K എന്നിവർ സംസാരിച്ചു. ബ്രാഞ്ച് സെക്രട്ടറി ഷഫീഖ് തൃക്കരിപ്പൂർ സ്വാഗതവും MV രാജീവൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ശോഭിക വെഡിങ്സ് 2026 ഈദ് ക്യാമ്പയിൻ ഹബീബി കം ടു ശോഭികയുടെ ഭാഗമായി കാഞ്ഞങ്ങാട് നഗരത്തിൽ വിവിധ പ്രചാരണ പരിപാടികൾ സംഘടിപ്പിച്ചു. വസ്ത്രവ്യാപാര രംഗത്ത് പാരമ്പര്യത്തിന്റെ പകിട്ടിൽ തിളങ്ങി നിൽക്കുന്ന ശോഭിക വെഡിങ്സ് 2026 ഈദ് ക്യാമ്പയിൻ ഹബീബി കം ടു ശോഭികയുടെ ഭാഗമായി കാഞ്ഞങ്ങാട് നഗരത്തിൽ വിവിധ പ്രചരണ പരിപാടികൾ സംഘടിപ്പിച്ചു. ഇതിന്റെ ഭാഗമായി ലോകോത്തര മാറ്റത്തിന്റെ തുടക്കം എന്ന പേരിൽ കാഞ്ഞങ്ങാട് നഗരത്തിൽ വിപുലമായ ഓട്ടോ റാലി നടത്തി. ഹബീബി കം ടു ശോഭിക ഈദ് ക്യാമ്പയിനിന്റെ പ്രചരണാർത്ഥം സംഘടിപ്പിച്ച റാലിയിൽ നിരവധി ഓട്ടോറിക്ഷകളും പങ്കെടുത്തു. റാലിക്ക് മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ആസിഫ് CK ഫ്ളാഗ് ഓഫ് നൽകി. കാഞ്ഞങ്ങാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ ടെക്സ്റ്റൈൽ രീതി കാണിച്ചു തന്ന ഒരു വസ്ത്രാലയമാണ് ശോഭിക. ഇനിയും ഉയർച്ചയിലേക്ക് എത്തട്ടെ. കേരളമെമ്പാടും ഈ ശോഭികയുടെ സ്ഥാപനങ്ങൾ വളരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ചടങ്ങിൽ ബിഗ്മാൾ ഡയറക്ടർ ഷംസുദ്ദീൻ പാലക്കി സന്നിഹിതനായി. ശോഭിക വെഡിങ്സ് മാനേജ്മെന്റിനെ പ്രതിനിധീകരിച്ച ജനറൽ മാനേജർ റിഷാദ്, ഷോറൂം മാനേജർ മൻസൂർ, മാർക്കറ്റിംഗ് മാനേജർ ഫസലു എന്നിവർ പങ്കെടുത്തു. പുതിയ തുടക്കമാണ് ഹബീബി കം ടു ശോഭിക എന്നായിരുന്നു നമ്മളതിൻ്റെ ക്യാപ്ഷൻ. ഇന്നത്തെ പരിപാടിയോടുകൂടി ഹബീബി കം ടു കാഞ്ഞങ്ങാട് എന്ന് അത് മാറ്റേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ശോഭിക സാധാരണക്കാരിലൂടെ ജനങ്ങളിലേക്ക് ഇറങ്ങുകയാണ് ഇന്നത്തെ പരിപാടിയോടുകൂടി. ഏതായാലും ഇന്നത്തെ ഈ തുടക്കം എല്ലാം നല്ലതിനാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. ഈദ് ആഘോഷങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് ഉപഭോക്താക്കൾക്ക് പുതുമയും വൈവിധ്യവും നിറഞ്ഞ ഈദ് കളക്ഷനുകളും പ്രത്യേക ഓഫറുകളും ശോഭിക വെഡിങ്സ് ഒരുക്കിയിട്ടുണ്ടെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. ചടങ്ങിൽ നിരവധി വിശിഷ്ടാതിഥികളും വ്യാപാര രംഗത്തെ പ്രമുഖരും പങ്കെടുത്തു. ഉപഭോക്താക്കളുടെ മികച്ച പിന്തുണയാണ് ശോഭിക വെഡിങ്സിന്റെ മുന്നേറ്റത്തിന് ശക്തിയെന്ന് മാനേജ്മെന്റ് വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ശുചിത്വ പ്രവർത്തനങ്ങളിലും മാലിന്യ ശേഖരണത്തിലും നാടിന് മാതൃകയായ ഹരിതകർമ്മ സേനാംഗങ്ങളുടെ പ്രവർത്തനം ലഘൂകരിക്കുക ലക്ഷ്യമിട്ട് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് 21 വാർഡുകളിൽ 2ാം ഘട്ട ട്രോളികളുടെ വിതരണം നടത്തി. പഞ്ചായത്ത് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജിദ സഫറുള്ള വിതരണോദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് 21 വാർഡുകളിലെ ഹരിതകർമ്മസേനയ്ക്ക് ട്രോളികൾ നൽകിയത്. പഞ്ചായത്ത് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ട്രോളികളുടെ വിതരണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജിദ സഫറുള്ള നിർവഹിച്ചു. ഈ ട്രോളി നല്ല രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നതോടൊപ്പം ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് M രജീഷ് ബാബു അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ഫാത്തിമത്ത് അഷ്റിഫ, TS നജീബ്, MK പ്രസന്ന, സെക്രട്ടറി പ്രമീള ബോബി, പഞ്ചായത്ത് അംഗങ്ങളായ ഫായിസ് ബീരിച്ചേരി, M രാമചന്ദ്രൻ, അസിസ്റ്റന്റ് സെക്രട്ടറി C ബിനു, VEOമാരായ M സംഗീത, K റാഷിദ്, ഹരിതകർമ്മസേന കൺസോർഷ്യം പ്രസിഡന്റ് K രാജശ്രീ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. മരക്കാപ്പ് നാടിന്റെ നന്മ വിളിച്ചോതി സമൂഹ നോമ്പുതുറ ശ്രദ്ധേയമായി. മരക്കാപ്പ് കടപ്പുറത്തെ 200ഓളം ആളുകൾ മെമ്പറായിട്ടുള്ള എന്റെ നാട് വാട്സാപ്പ് കൂട്ടായ്മയുടെ പേരിലാണ് നോമ്പുതുറ സംഘടിപ്പിച്ചത്. മരക്കാപ്പ് നാടിന്റെ നന്മ വിളിച്ചോതി സമൂഹ നോമ്പുതുറ ശ്രദ്ധേയമായി. മരക്കാപ്പ് കടപ്പുറത്തെ 200ഓളം ആളുകൾ മെമ്പറായിട്ടുള്ള എന്റെ നാട് വാട്സാപ്പ് കൂട്ടായ്മയുടെ പേരിലാണ് നോമ്പുതുറ സംഘടിപ്പിച്ചത്. മരക്കാപ്പ് നാടിന്റെ സമഗ്ര മേഖലയിലും ജാതിമത രാഷ്ട്രീയത്തിന് അതീതമായി സേവന പ്രവർത്തനം കാഴ്ചവെച്ചു വരുന്ന ഒരു വാട്സാപ്പ് ഗ്രൂപ്പാണ് എന്റെ നാട് വാട്സാപ്പ് കൂട്ടായ്മ. പൊതുപ്രവർത്തകനായ ശരത് മരക്കാപ്പാണ് ഗ്രൂപ്പിന്റെ അഡ്മിൻ. സിയാർത്തിങ്കര പള്ളിയും മൂകാംബികാദേവി ക്ഷേത്രവും ദണ്ഡൻ ദേവാലയവും വയൽക്കണ്ടി മുത്തപ്പൻ മടപ്പുരയും അയ്യപ്പ ഭജനമഠവുമെല്ലാം മരക്കാപ്പ് നാടിന്റെ ചൈതന്യമായി നിലകൊള്ളുമ്പോൾ മാനവ സൗഹൃദം നിലനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഇതുപോലെയുള്ള കൂട്ടായ്മകളും പ്രവർത്തനങ്ങളും എന്നും നിലനിൽക്കണമെന്ന് ഉദ്ഘാടകനായ സിയാർത്തിങ്കര ജുമാ മസ്ജിദ് പ്രസിഡന്റ് അഷ്റഫ് അഷ്റഫി പറഞ്ഞു. ഇവിടെ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട നാട്ടുകാരെ, വളരെ സന്തോഷം തോന്നിക്കുന്ന ബൃഹത്തായ ഒരു സംഗമത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. എൻ്റെ നാട്, നമ്മുടെ നാട്, എല്ലാവരും ഒന്നാണ് എന്ന് വിളിച്ചോതുന്ന
വളരെ പുണ്യകരമായ ഒരു സദസ്സ്. വ്രതം എന്ന് പറയുന്നത്, നോമ്പെന്ന് പറയുന്നത് കേവലം പകൽ മുഴുവൻ പട്ടിണി കിടക്കുക എന്നുള്ളതല്ല, മറിച്ച് മനുഷ്യരുടെ പ്രയാസങ്ങൾ അറിയാനും പാവപ്പെട്ടവന്റെ വിശപ്പ് മനസ്സിലാക്കുവാനും വിവിധ തലങ്ങളിൽ പ്രയാസപ്പെടുന്ന ദുരിതമനുഭവിക്കുന്ന ആളുകളെ കണ്ടെത്താനും അവർക്ക് അനിവാര്യമായ സക്കാത്ത് പോലുള്ള സംഗമങ്ങൾ ഒത്തുചേർന്നുകൊണ്ട് മനുഷ്യരെ കൈപിടിക്കാനുള്ള ഒരു വലിയൊരു ആയുധമാണ് വ്രതം എന്ന് പറയുന്നത്. കേവലം ഒരു മതത്തിൽ ഒതുങ്ങിയതല്ല. ഏത് മതങ്ങളുടെ പ്രത്യാശാസ്ത്രം എടുത്തു നോക്കിയാലും സൗഹൃദവും സ്നേഹവും അതിനപ്പുറത്ത് മനുഷ്യരുടെ പ്രയാസങ്ങൾ കണ്ടെത്തുക എന്നത് ഒരു വലിയൊരു അഭിലാഷമാണ്. വാർഡ് കൗൺസിലർ സുമതി, മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ, ജീവകാരുണ്യ പ്രവർത്തകൻ സായിദാസ്, നഗരസഭാ കൗൺസിലർമാരായ സീമ, ഗായത്രി, ഗ്രൂപ്പ് മെമ്പർമാരായ ഷാനിദ്, അക്ബർ അലി, അബ്ദുൽ കലാം, രതീഷ് ടി വി, നിസാം ഫലാഹ് തുടങ്ങിയവർ സംസാരിച്ചു. 200-ലധികം നാട്ടുകാർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ് വനിതാ വേദിയുടെ ആഭിമുഖ്യത്തിൽ ഏച്ചിക്കാനം വൃന്ദാവൻ ബാലസദനത്തിൽ കുട്ടികൾക്കൊപ്പം വിവിധ കലാപരിപാടികളും കൂട്ടായ്മയും സംഘടിപ്പിച്ചു. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ശ്രീരേഖ ഉദ്ഘാടനം ചെയ്തു. അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ് വനിതാ വേദിയുടെ ആഭിമുഖ്യത്തിൽ ഏച്ചിക്കാനം വൃന്ദാവൻ ബാലസദനത്തിൽ കുട്ടികൾക്കൊപ്പം വിവിധ കലാപരിപാടികളും കൂട്ടായ്മയും സംഘടിപ്പിച്ചു. വനിതാ കൺവീനർ ലതാ പിയുടെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ശ്രീരേഖ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വളരെ കുറേ വർഷങ്ങൾക്ക് മുന്നേ ഒരു പ്രാവശ്യം ഞാനിവിടെ എൻ്റെ സഹോദരിയുടെ കൂടെ ഒരു സന്ദർശനം നടത്തിയിരുന്നു. അന്നേരം ആ വൃന്ദാവനം ബാലസദനത്തിൽ പ്രവർത്തനം എന്ന് കേൾക്കുമ്പോൾ മനസ്സിന് ഒരു സന്തോഷവും ഒരു കുളിർമയും തോന്നും. ഏതായാലും നമ്മൾ വനിതകൾ നമ്മുടെ പരിശ്രമത്തിലൂടെ പല കാര്യങ്ങളും വളരെ എളുപ്പത്തിൽ സാധ്യമാക്കുമെന്ന ഒരു സന്ദേശം ഈ വനിതാ ദിനത്തിൽ നമ്മളെ ഒരു ഓർമ്മപ്പെടുത്തുകയാണ്. സത്യം പറഞ്ഞാൽ ഈ വനിതാ ദിനം എന്ന ഒരു ആഘോഷം മാത്രമല്ല നമ്മുടെ കഴിവുകളും കൂട്ടായ്മകളും ഓർമ്മിപ്പിക്കുന്നത്. കാരണം തുല്യത എന്ന ഒരു വാക്ക് നമ്മൾ സമരം ചെയ്തും ചോദിച്ചും നേടിയെടുത്ത ആ തുല്യത എന്ന ഒരു വാക്കിനെ നമുക്ക് അനുവദിച്ച് തന്നതാണ് ഈ മാർച്ചൊക്കെ എന്താണ് ഒരു ഓർമ്മപ്പെടുത്തൽ. എംപ്ലോയീസ് കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ആശംസയർപ്പിച്ച് സംസാരിച്ചു. കെ ബാലകൃഷ്ണൻ വൃന്ദാവൻ, ജീന സി എന്നിവർ സംസാരിച്ചു. ചടങ്ങിന് ബേബി കെ സ്വാഗതവും റീത്ത പി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. CPIM അജാനൂർ ഫസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ KP ബാലൻ അനുസ്മരണം നടത്തി. നോർത്ത് കോട്ടശ്ശേരിയിൽ നടന്ന അനുസ്മരണ സമ്മേളനം CPIM കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ സാബു എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. CPIM അജാനൂർ ഫസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ KP ബാലൻ അനുസ്മരണം നടത്തി. നോർത്ത് കോട്ടശ്ശേരിയിൽ നടന്ന അനുസ്മരണ സമ്മേളനം CPIM കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ സാബു എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വരെയായി ഉയർന്ന് മരിക്കുന്ന സമയത്ത് CPIMന്റെ ലോക്കൽ കമ്മിറ്റി അംഗമായി പ്രവർത്തിച്ചു വരികയാണ്. സഹാവ് രോഗം ബാധിച്ച് മരണപ്പെടുന്ന സാഹചര്യമുണ്ടായിരുന്നു. തീർച്ചയായും അജാനൂർ ഗ്രാമപഞ്ചായത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കെട്ടിക്കൊടുക്കുന്നതിൽ, തൊഴിലാളി സംഘടനാ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നതിലെല്ലാം വലിയ നിലയിലെ പങ്ക് സഹാവ് KP ബാലൻ നിർവഹിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം രീതിയെ സംബന്ധിച്ച് സഹാവ് വിശ്വനോട് സൂചിപ്പിച്ചു. ഏത് വിഷയമായാലും ആ വിഷയത്തിൽ ശരിയായ രാഷ്ട്രീയ അവധാനതയോടുകൂടിയുള്ള നിലപാടുകൾ സ്വീകരിക്കാനും ആ നിലപാടുകൾ ഭയാശങ്കയില്ലാതെ ആരുടെ മുമ്പിലും വെട്ടിത്തുറന്ന് പറയാൻ കാണിക്കുന്ന ആർജവുമെല്ലാം ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സഭാവ് വിശ്വാസം സൂചിപ്പിക്കുകയുണ്ടായി. ആ നിലയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകന്, നേതാവിന് ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുണങ്ങൾ സഖാവ് ബാലേട്ടനെ സംബന്ധിച്ചുണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.
CPIM കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ രാജ്മോഹൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ മൂലക്കണ്ടം പ്രഭാകരൻ, ശിവജി വെള്ളിക്കോത്ത്, ദേവി രവീന്ദ്രൻ, അജാനൂർ ഫസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗം MV രാഘവൻ എന്നിവർ സംസാരിച്ചു. ലോക്കൽ കമ്മിറ്റി അംഗം M സുനിൽ അധ്യക്ഷത വഹിച്ചു. ലോക്കൽ സെക്രട്ടറി K വിശ്വനാഥൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് ജീവകാരുണ്യ മേഖലയിൽ നിരവധി പ്രവർത്തനങ്ങൾ കാഞ്ഞങ്ങാട് കേന്ദ്രീകരിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന നന്മമരം കൂട്ടായ്മ കാരുണ്യവും പരസ്പര സൗഹൃദവും ഒത്തുചേർന്ന് ഇഫ്താർ സംഗമം നടത്തി. കാഞ്ഞങ്ങാട് ട്രാഫിക് സർക്കിളിന് സമീപത്ത് നടത്തിയ സംഗമത്തിൽ തെരുവിൽ കഷ്ടപ്പെടുന്നവരോടൊപ്പം നിരവധി ആളുകൾ പങ്കെടുത്തു. കാഞ്ഞങ്ങാട് ജീവകാരുണ്യ മേഖലയിൽ നിരവധി പ്രവർത്തനങ്ങൾ കാഞ്ഞങ്ങാട് കേന്ദ്രീകരിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന നന്മമരം കൂട്ടായ്മ കാരുണ്യവും പരസ്പര സൗഹൃദവും ഒത്തുചേർന്ന് ഇഫ്താർ സംഗമം നടത്തി. കാഞ്ഞങ്ങാട് ട്രാഫിക് സർക്കിളിന് സമീപത്ത് നടത്തിയ സംഗമത്തിൽ തെരുവിൽ കഷ്ടപ്പെടുന്നവരോടൊപ്പം നിരവധി ആളുകൾ പങ്കെടുത്തു. കോട്ടച്ചേരി ബദരിയ ജുമാ മസ്ജിദ് ഖത്തീബ് അബ്ദുൾ റഹ്മാൻ അഷ്റഫി റംസാൻ സന്ദേശം നൽകി. എല്ലാവരും ഇവിടെ സംഗമിച്ചിട്ടുള്ളത് ഇഫ്താർ വിരുന്ന് മാത്രമല്ല, ദൈനംദിനം ഒരുപാട് പാവങ്ങൾക്ക് ഉച്ചഭക്ഷണമടക്കം ഒരുപാട് സാമൂഹിക സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഈ പ്രവർത്തകർ എന്തുകൊണ്ടും നമുക്ക് മാതൃകയാണ്. അതുപോലെ ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വളരെയധികം പ്രസക്തിയുള്ള ഒരു സന്ദർഭത്തിൽ വളരെയധികം അനിവാര്യമായ ഒരു സംരംഭങ്ങളാണ് ഇത് എന്നതിൽ യാതൊരു തർക്കവുമില്ല. ഒരുപാട് രോഗികൾക്കും അതുപോലെ വിശന്നവർക്ക് ഭക്ഷണം കൊടുക്കലും അങ്ങനെ ഒരുപാട് പദ്ധതികളുടെ ഭാഗമായി ഒരു സന്തോഷത്തിൻ്റെ അന്തരീക്ഷത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. ഒരു ഇഫ്താർ വിരുന്നാണ് ഇന്നിവിടെ സംഗമിച്ചിട്ടുള്ളത്. പ്രവർത്തകർക്കും അതുപോലെ സഹകാരികളായ എല്ലാ ആളുകൾക്കും, എല്ലാ അഭികാംക്ഷികൾക്കും എല്ലാവിധത്തിലുള്ള ഭാവങ്ങളും ആശംസകളും നന്ദികളും അറിയിക്കുന്നു. രാഷ്ട്രീയ, സാമൂഹ്യ, വ്യാപാര, മാധ്യമ, സന്നദ്ധ സംഘടനാംഗങ്ങൾ തുടങ്ങി നിരവധി ആളുകൾ ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പുല്ലൂർ മധുരമ്പാടി ശ്രീ മുത്തപ്പൻ മടപ്പുര 2026 ഏപ്രിൽ 24 മുതൽ 26 വരെ തീയതികളിൽ നടക്കുന്ന പ്രതിഷ്ഠാ ദിന തിരുവപ്പന മഹോത്സവത്തിന്റെ ആദ്യ ഫണ്ട് ബ്രഹ്മശ്രീ ശിവദാസ് മധുരമ്പാടി തായറിൽ നിന്നും ആഘോഷ കമ്മിറ്റി ചെയർമാൻ ദിനേശൻ AV ഏറ്റുവാങ്ങി. പുല്ലൂർ മധുരമ്പാടി ശ്രീ മുത്തപ്പൻ മടപ്പുര 2026 ഏപ്രിൽ 24 മുതൽ 26 വരെ തീയതികളിൽ നടക്കുന്ന പ്രതിഷ്ഠാ ദിന തിരുവപ്പന മഹോത്സവത്തിന്റെ ആദ്യ ഫണ്ട് ബ്രഹ്മശ്രീ ശിവദാസ് മധുരമ്പാടി തായറിൽ നിന്നും ആഘോഷ കമ്മിറ്റി ചെയർമാൻ ദിനേശൻ AV ഏറ്റുവാങ്ങി. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ നടക്കുന്ന ഉത്സവ ആഘോഷത്തിൻ്റെ ഫണ്ട് ഉദ്ഘാടനവും അതുപോലെ തന്നെ നമ്മുടെ നോട്ടീസിൻ്റെ ഉദ്ഘാടനമാണ് ഇപ്പോൾ നടക്കാവുന്നത്. നമ്മുടെ ഫണ്ട് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ മധുരമ്പാടി തായർ ശിവാട്ടനാണ്. ശിവാട്ടനെയും അതുപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ മധുരമ്പാടി മുത്തപ്പൻ മടപ്പുരയുടെ പ്രസിഡൻറ്റ് രാമരാട്ടൻ, കുഞ്ഞിരാമൻ, സെക്രട്ടറി കുഞ്ഞിരാമൻ, അതുപോലെ തന്നെ നമ്മുടെ ദിനേശൻ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ചടങ്ങിൽ ശ്രീരാമൻ മധുരമ്പാടി തായർ, ഭരണസമിതി പ്രസിഡന്റ് ദാമോദരൻ മധുരമ്പാടി, സെക്രട്ടറി കുഞ്ഞിരാമൻ A, ജനറൽ കൺവീനർ അനീഷ് വിഷ്ണുമംഗലം, മാതൃസമിതി പ്രസിഡന്റ് ഷീബ, രക്ഷാധികാരി ജാനകി, B മധുസൂദനൻ, P അശോകൻ, പുരുഷോത്തമൻ TV എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ജൂൺ 27, 28 തീയതികളിൽ കാഞ്ഞങ്ങാട്ട് വെച്ച് സംഘടിപ്പിക്കും. അതോടനുബന്ധിച്ച് സ്വാഗത സംഘ രൂപീകരണ യോഗം ഹോസ്റ്റർ ബാങ്ക് ഹാൾ പുതിയകോട്ടയിൽ വെച്ച് നടന്നു. കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ജൂൺ 27, 28 തീയതികളിൽ കാഞ്ഞങ്ങാട്ട് വെച്ച് സംഘടിപ്പിക്കും. അതോടനുബന്ധിച്ചുള്ള സ്വാഗത സംഘം രൂപീകരണ യോഗം ഹോസ്റ്റർ ബാങ്ക് ഹാൾ പുതിയകോട്ട വെച്ച് നടന്നു. M രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. അവർ ഈ ഘട്ടത്തിൽ വീണ്ടും സംസ്ഥാന സമ്മേളനം കാസർഗോഡ് കാഞ്ഞങ്ങാട് വെച്ച് നടത്തണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാകും. സമ്മേളന സാഹചര്യം നമുക്കറിയാം, കുറച്ചുകൂടി മാസമുണ്ട്. നമുക്ക് തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമാണ് നമ്മൾ ഇതിന്റെ സമ്മേളനത്തിലേക്ക് പോകുന്നത്. എന്നാൽ അതിൻ്റെ ഒരു മുന്നൊരുക്കങ്ങൾ നടത്താൻ കുറച്ചുകൂടി കാലയളവ് ഉറപ്പുവരുത്തണമെന്നുള്ള രീതിയിലാണ് നേരത്തെ തന്നെ ഇതിന്റെ സംഘാടക സമിതി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഓരോ വ്യക്തിയെ സംബന്ധിച്ചും ഏറ്റവും അഭിമാനകരമായ നാളുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഒരുപക്ഷെ ഏത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വ്യത്യസ്തമായി, മറ്റു ഡിപ്പാർട്ട്മെന്റുകൾ സങ്കടപ്പെടില്ല, ഏത് ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് വ്യത്യസ്തമായി ഞാൻ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലാണ്, ഞാൻ നേഴ്സാണ്, ഞാൻ അല്ലേ, ഏത് തസ്തികയായിക്കോട്ടെ വളരെ അഭിമാനപൂർവ്വം പറയാൻ കഴിയുന്ന വിധത്തിലേക്ക് കേരളത്തിന്റെ ആരോഗ്യ മേഖല വളർന്ന് വികസിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഈ ഒരു പെട്ടെന്ന് ഈ ഒരു 10 വർഷക്കാലം കൊണ്ട് മാത്രം ഉണ്ടാക്കിയെടുത്തല്ല.
നിങ്ങൾക്ക് തന്നെ അനുഭവമുണ്ട്. നിങ്ങളുടെ സംഘടന 1957 അല്ലേ പൊന്നാനിയിലാണ് രൂപപ്പെടുന്നത്. അപ്പൊ 57 മുതൽ ഇങ്ങോട്ടുള്ള കേരളത്തിൽ അധികാരത്തിൽ വന്നിട്ടുള്ള ഇടത് ഗവൺമെന്റുകളുടെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരണനിർവഹണത്തിലുണ്ടാകുമ്പോഴുള്ള ഗവൺമെന്റിന്റെ കാലയളവിലാണ് നിങ്ങളുടെ അവകാശങ്ങളും ആവശ്യങ്ങളും അംഗീകരിക്കുന്ന തലത്തിലേക്ക് ഓരോ തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത്. KGNA സംസ്ഥാന പ്രസിഡന്റ് ഷൈനി ആന്റണി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ, KV കുഞ്ഞിരാമൻ, E പത്മാവതി, കാഞ്ഞങ്ങാട് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ലതാ ബാലകൃഷ്ണൻ, ഭാനുപ്രകാശ്, മണിമോഹൻ, രാജ്മോഹൻ, K ഹരി, M രാഘവൻ, V ചന്ദ്രൻ, T പ്രകാശൻ, T ദാമോദരൻ, ബാലൻ മാണിയാട്ട, വൈശാഖ് എന്നിവർ സംസാരിച്ചു. വിവിധ ബഹുജന സംഘടനാ നേതാക്കൾ, KGNA സംസ്ഥാന നേതാക്കൾ, ജില്ലയിലെ വിവിധ സ്ഥാപനങ്ങളിൽ നിന്നും വന്ന നഴ്സുമാർ തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു. നഗരസഭാ ചെയർമാൻ VV രമേശിനെ സംഘാടക സമിതി ചെയർമാനായും PV പവിത്രനെ കൺവീനറായും തെരഞ്ഞെടുത്തു. T സുബ്രഹ്മണ്യൻ സ്വാഗതവും NB സുധീഷ് കുമാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നീലേശ്വരത്തെ കവർച്ചാ പരമ്പര, 2 കുപ്രസിദ്ധ കവർച്ചക്കാർ അറസ്റ്റിൽ. തൃശൂർ ആമ്പല്ലൂർ സ്വദേശി ഷിബു റാഫേൽ, കണ്ണൂർ മട്ടന്നൂർ സ്വദേശി അബ്ദുൾ ജലീൽ എന്നിവരാണ് അറസ്റ്റിലായത്. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ മാതൃകയായി നോമ്പുതുറ കൗണ്ടർ. കാസർഗോഡ് CH സെന്റർ, ദുബായ് KMCC മണ്ഡലം കമ്മിറ്റിയുമായി സഹകരിച്ച് ഒരുക്കിയ നോമ്പുതുറ കൗണ്ടർ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും വലിയ ആശ്വാസമായി മാറുകയാണ്. തൃക്കരിപ്പൂർ ബ്രാഞ്ച് കമ്മിറ്റികളുടെ സംയുക്താഭിമുഖ്യത്തിൽ ഹോസ്ദുർഗ് മാന്തോപ്പ് മൈതാനിയിൽ NGO അസോസിയേഷൻ സായാഹ്ന ധർണ നടത്തി. KPCC ജനറൽ സെക്രട്ടറി ഹക്കീം കുന്നിൽ ഉദ്ഘാടനം ചെയ്തു. കാലിച്ചാനടുക്കം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പുതിയ പ്രസിഡന്റായി MJ ബേബി ചുമതലയേറ്റു. DCC പ്രസിഡന്റ് PK ഫൈസൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് സൗത്ത് ശ്രീ മുത്തപ്പനാർക്കാവ് ക്ഷേത്രത്തിലെ കളിയാട്ട മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ സമാപനം. വിഷ്ണുമൂർത്തി തെയ്യം അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. ശോഭിക വെഡിങ്സ് 2026 ഈദ് ക്യാമ്പയിൻ ഹബീബി കം ടു ശോഭികയുടെ ഭാഗമായി കാഞ്ഞങ്ങാട് നഗരത്തിൽ വിവിധ പ്രചാരണ പരിപാടികൾ സംഘടിപ്പിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.